പിറകെ പൂച്ച നടക്കുന്നത് പോലെ നിന്റെ പിറകെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറെ സമയമായി. ഇതൊന്ന് ഓപ്പൺ ചെയ്യ. കഴിക്കാനുള്ള സാധനമാണെങ്കിൽ ഞങ്ങളുടെ പങ്ക് ഞങ്ങൾക്ക് താ. ഒന്ന് വേഗം തുറക്ക് പാറു. ദേ, നീ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കരുത്. നീ ഇത് തുറന്നില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു വാങ്ങി തുറക്കും. എനിക്ക് വന്ന പാഴ്സലല്ലേ, എനിക്ക് തോന്നുമ്പോഴേ ഞാൻ തുറക്കും. മനസ്സിലായി. ഞങ്ങൾ ഇവിടുന്ന് പോയാലേ നീ ഇത് തുറക്കുന്ന നീ പറഞ്ഞതിന്റെ അർത്ഥം. എന്ന് വെച്ചാ നിനക്ക് ഞങ്ങളിപ്പൊ ശല്യമാണെന്ന്. ശരി പാറു, ഇനി ഞങ്ങൾ ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താൻ വരില്ല. വാ ആയിഷ, വാ ജെനിഫറെ. അയ്യോ നിക്ക് മീര, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ നിങ്ങൾ ഈ പറയുന്നത്. നിങ്ങൾ എനിക്ക് ശല്യാന്ന് ഞാൻ പറഞ്ഞോ? പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു തേങ്ങയുമില്ല. ഇതിനകത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ഇപ്പൊ ഈ കണ്ടതൊക്കെ ചേച്ചിമാരുടെ ഒരു നമ്പർ അല്ലേ? ചേച്ചിമാരോ? നിങ്ങളോ? കണ്ടാലും പറയും. നീ വിഷയം മാറ്റാനൊന്നും നോക്കണ്ട, തുറക്ക്. പതിവ് പോലെ ലെറ്ററിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നീ വായിക്കുന്നോ അതോ ഞങ്ങൾ ആരെങ്കിലും വായിക്കണോ? ഞാൻ വായിച്ചോളാം. വായിക്ക്. എന്റെ ജീവിതത്തിന്റെ അർത്ഥം എന്ന് ഞാൻ വിശ്വസിക്കുന്ന എന്റെ പാറുവിന്. സൂപ്പർ. അയാൾക്ക് എവിടുന്ന ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കിട്ടുന്നേ? വായിക്ക്. നിന്നെ ഓർക്കുമ്പോഴെല്ലാം എന്റെ ഉള്ളാകെ പടരുന്ന ഒരു വികാരമുണ്ട്. ആ വികാരത്തിന്റെ പേരറിയണമെങ്കിൽ ഈ എഴുത്തിന്റെ കൂടെയുള്ള എന്റെ പ്രണയ സമ്മാനം തുറന്നു നോക്കിയാ മതി.